വൈ ചൂസസ് അതൊരു വളരെ റിലവൻറ്റ് ചോദ്യമാണ്. കേരളത്തിലെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു BArc കഴിഞ്ഞ കുട്ടിക്ക് ഓൾറെഡി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ BTech സിവിൽ കഴിഞ്ഞൊരു കുട്ടിക്ക് പാസ്സായി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ജോലി കിട്ടുന്ന സാഹചര്യം തൽക്കാലം കേരളത്തിലുണ്ട്. അപ്പോൾ ഇതിനിടയിൽ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓൾറെഡി ഓഫീസിൽ BArcഉം M.Tech കഴിഞ്ഞ കുട്ടികൾ വരുന്നുണ്ട്, പഠിത്തം കഴിഞ്ഞ് നേരെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ ആദ്യമേ തന്നെ ഒരു മാന്യമായ സാലറി കൊടുത്ത് നമ്മൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, പലപ്പോഴും കൂടുതൽ കുട്ടികൾക്കും പല കാര്യങ്ങളിലുള്ള എക്സ്പോഷേഴ്സ് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവരെ ഒരു ആർക്കിടെക്റ്റിനെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളാണെങ്കിലും പ്രിഫർ ചെയ്യുക നമ്മൾ ഒരു ആർക്കിടെക്ചർ റിലേറ്റഡ് ജോബുകളാണ് നമ്മൾ അവരെ ഏൽപ്പിക്കുക. ഇവർക്ക് സ്ട്രക്ചറൽ ആസ്പെക്ട്സ് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കാറില്ല. ഈ സെയിം അവസ്ഥയാണ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനും. അവരിയ്ക്കുന്ന സ്പേസിൽ അവർക്ക് സ്ട്രക്ചറൽ റിലേറ്റഡ് കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ പറഞ്ഞു കൊടുക്കുക. ആർക്കിടെക്ചർ റിലേറ്റഡ് കാര്യങ്ങൾ ആർക്കിടെക്ട്സിനോടായിരിക്കും പറഞ്ഞു കൊടുക്കുക. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഓഫീസിൽ ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ ഇവരോട് പറയുന്ന കാര്യങ്ങൾ അവർ കേട്ട് പഠിക്കുകയും അവരോട് പറയുന്ന കാര്യങ്ങൾ ഇവർ കേട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ പലപ്പോഴും നല്ലൊരു ഫീഡ്ബാക്കൊക്കെ ആയിട്ട് നമ്മുടെ എംപ്ലോയീസ് പറയലുണ്ട്. അവർ പുറത്തൊക്കെ പോയിട്ട് നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ ഇങ്ങനെ ഒരു വിളിക്കും, ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പോഷർ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ വരാറുണ്ട് നമുക്ക് സ്റ്റാഫായിട്ട് എടുക്കുന്ന സമയത്ത്. അവർ ആണെങ്കിലും ചിലപ്പോൾ വലിയ എമൗണ്ടൊക്കെ കൊടുത്ത് പഠിച്ച കുട്ടികളായിരിക്കാം. പക്ഷെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ പലപ്പോഴും അവർ അതിൻ്റെ ടൂൾസ് മാത്രമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെയൊക്കെ പഠിച്ചിട്ടാണ് പല കുട്ടികളും വരുന്നത്. നമ്മളുടെ ഓഫീസിൽ വരുമ്പോൾ ഇതൊന്നും പോരാ എന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളും പ്രിഫർ ചെയ്യുക അവർ ഒരു പ്രൊജക്റ്റ് എങ്കിൽ ഒരു പ്രൊജക്റ്റ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിലൊരു ഐഡിയ കുറച്ചും കൂടി അവർക്ക് ക്ലിയർ ആവുക. അപ്പോൾ ഇവിടെയും നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു നോർമൽ സോഫ്റ്റ്വെയർ പഠിക്കുന്നതിനേക്കാൾ ഉപരി ഒരു റിയൽ ടൈം പ്രൊജക്ട്സിലേക്ക് ഇവർ ഈ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് നോക്കുമ്പോൾ ആ സോഫ്റ്റ്വെയറും അവർക്ക് പഠിക്കാൻ പറ്റുകയാണ്. അതിൻ്റെ എക്സിക്യൂഷൻ്റെ എല്ലാ ആസ്പെക്ട്സിലും അവർക്കൊരു നോളേജ് വരികയാണ്. സൈറ്റിലും അത് നേരിട്ട് കാണുകയും കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നേരെ നമ്മൾ ഒരു കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമ്മളൊരു സിലബസ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഈ സിലബസിൽ ഞങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ കുട്ടികൾ ഇതുകൂടി അറിഞ്ഞിരുന്നാൽ കുറച്ചുകൂടി നല്ലതായേനെ എന്ന് തോന്നി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്ത കുറച്ച് ടോപ്പിക്കുകളെ ഒരു സിലബസാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് പലപ്പോഴും എല്ലായിടത്തും കിട്ടിക്കൊള്ളണമെന്നില്ല.